റൊട്ടേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ചെയിനാണ് നമ്മൾ സെലക്ഷൻ ചെയ്യണത്, എൻഡ് സെലക്ഷൻ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒറിജിൻ എവിടെയാണോ ആ ഒറിജിനിൽ നിന്ന് ഒരു സെലക്ഷൻ നമുക്ക് അവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആർക്കിന് വേണം നമുക്ക് റൊട്ടേഷൻ വേണ്ടിയിട്ട് ഇപ്പം ആംഗിൾ പറഞ്ഞാണ് നമ്മൾ മെയിനായിട്ട് തിരിക്കുന്നത്. 15 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എണ്ണം ഈ ഡിഗ്രിയുടെ 4 എന്ന് പറഞ്ഞാൽ ഈ 4 ഇങ്ങനെ റൊട്ടേഷൻ ആവും. ഫുള്ള് 5 പറഞ്ഞാൽ അങ്ങനെ 360/45 എന്നിവിടെ കൊടുത്താൽ എത്രയാണ് നമുക്ക് എക്സാക്ട്ലി റൊട്ടേഷൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ റൊട്ടേഷൻ നമുക്ക് ഇവിടെ വരും. അപ്പൊ ഇത് സെന്റർ പോയിന്റിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു റൊട്ടേഷൻ മെത്തേഡാണ്. ഇത് തന്നെ നമ്മളിപ്പം പറയുവാണ് നമുക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത്, പക്ഷെ എന്നാൽ ഈ ഒരു ഹോള് നമുക്ക് ഈ ഒരു ബേസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റൊട്ടേഷൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ നോക്കാം. അപ്പൊ ഇതിങ്ങനെ ഈ റൊട്ടേഷൻ ചെയ്ത് എൻഡ് സെലക്ഷൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ് നമുക്ക് ഈ പോയിന്റിനെ ബേസ് ചെയ്യാം. അപ്പൊ ഈ പോയിന്റ് നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൊട്ടേഷൻ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. കണ്ടോ, ഈ ഫുൾ സർക്കിളിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഫുൾ സർക്കിൾ റൊട്ടേഷൻ. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോം റൊട്ടേറ്റ്, ഇത് നമ്മൾ ഫുൾ സർക്കിൾ ഇതിപ്പോ സെലക്ഷൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൊട്ടേറ്റ്. എല്ലാത്തിനും ഓരോന്നോരോന്നായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്താണ്. ഓക്കെ, ഫുൾ സെലക്ഷനായി. എൻഡ് സെലക്ഷൻ എന്ന് നമ്മൾ പറയണത് ഇതിന്റെ സെന്ററിൽ നിന്നാണ് റൊട്ടേഷൻ ചെയ്യണമെന്ന് ചോദിക്കും. കുറെ അല്ല, നമ്മൾ ഇതിന്റെ ബേസിൽ നിന്നാണ് സെന്റർ റൊട്ടേഷൻ ചെയ്യുന്നത്. നമുക്കൊരു 2 പ്രാവശ്യം മതി 180 ഡിഗ്രി. നമ്പർ മതിക്കോട്ടെ, ആംഗിൾ ഇവിടെ 180 ഡിഗ്രി. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റൊട്ടേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിനാണ് ഇതിനായിട്ട് മെയിനായിട്ട് റൊട്ടേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വേണം, ഓപ്പോസിറ്റ് സൈഡ് ആക്കാം. ഇപ്പൊ നമ്മൾ 2 ഇത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ 3 പറയുകയാണെങ്കിൽ 3 100 ഡിഗ്രി അല്ല 120 ഡിഗ്രി 3. ഓക്കെ, നമുക്ക് തിരിച്ചൊരു മെത്തേഡാണെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ സൈഡാണ് ഇങ്ങനെ. അപ്പൊ ഇത് 2 നമുക്ക് അറിയാൻ പറ്റുന്നത് ഡിഫൈൻ സൈഡ്. ഇതിപ്പോ ഡിഫൈൻ സൈഡ് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വേണ്ട നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് പോകണമെങ്കിൽ ഓപ്പോസിറ്റ്, 2 സൈഡിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ബോത്ത് സൈഡ്. ഓക്കെ, ഇതിനാണ് ഈ റൊട്ടേറ്റ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സോളിഡ് അങ്ങനെ എന്തിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതിന് മാത്രമല്ല, നമ്മളിവിടെ ഒരു ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫോം റൊട്ടേറ്റ് എടുത്തിട്ട് ഒബ്ജക്റ്റിനെ സെലക്ഷൻ ചെയ്യുക. കണ്ടോ, ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. അല്ലാതെ ലൈൻസ് അതിന് മാത്രമല്ല, എന്ത് ഒബ്ജക്റ്റിനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് നമുക്ക് ഒരു ഏതിനൊരു ബേസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് വേണം. എന്തിനൊരു ബേസ് പോയിന്റ് ഉണ്ട്, ആ ബേസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഇത് റൊട്ടേഷൻ ചെയ്യാൻ. നമുക്ക് എവിടെ നിന്ന് സെലക്ഷൻ ചെയ്യാം. അത് ആസ്പെക്ട് ഡ്രോയിങ്ങിൽ നമ്മുടെ വർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റൊട്ടേഷൻ വരുന്നത്. മാസ്റ്റർ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ സെൻട്രൽ പോയിന്റ് ആയിരിക്കും സെലക്ഷൻ കൊടുക്കുക. പക്ഷെ നമുക്ക് സെൻട്രൽ പോയിന്റ് വേണ്ട, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു പോയിന്റ് ആണ് വേണ്ടെങ്കിൽ ആ പോയിന്റ് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ റൊട്ടേഷൻ ചെയ്യണം. ഈ സെയിം ഇതുപോലെ നമുക്ക് പഠിച്ചാണ് മിറർ ഓപ്ഷനും അങ്ങനെയുള്ളത്. ഇപ്പൊ ഈ റൊട്ടേഷൻ തന്നെ ഇനി നമുക്കൊരു മെയിനായിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ കേസ് പറയാം. ഒരു വർക്ക് എങ്ങനെ റൊട്ടേറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, തിരിച്ചും മറിച്ചും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊരു നമ്മുടെ ഒരു പ്ലേറ്റ് ആണ്. ഓക്കെ, 200-150 വിത്തുള്ള ഒരു പ്ലേറ്റ് ആണ് നമുക്ക്. ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഞാനൊരു ജോബ് വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സ്കൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് മോഡൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുക.
എക്സ്ട്രൂഡ് കട്ടിങ് ഒക്കെ ഞാൻ അതിലേക്ക് പറയാം കേട്ടോ. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഞാനീ വര സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം 10 കൂടി നമ്മൾ ടോപ്പ് വ്യൂവിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ വരച്ച്. ഓക്കെ, ഇങ്ങനൊരു മോഡൽ നമ്മൾ വരച്ചു. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഫൈല് വരയ്ക്കണം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ ഇട്ട് ഞാൻ 2D സീറോയിട്ടാണ് ഇത് വരച്ചത്. ഓക്കെ, ഇതിന് നമുക്ക് തിരിച്ചു വെച്ചിട്ട് ഇത് വരയ്ക്കുന്ന ഒരു ഇത് വരികയാണെങ്കിൽ ബാക്ക് സൈഡിൽ കൂടി വരയ്ക്കണമെങ്കിൽ ഓക്കെ, ഇതിന് ബാക്ക്, അതായത് ടോപ്പിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ടോപ്പ് ബോട്ടം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഗീവ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ബോട്ടം സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരും. ഇപ്പൊ നമ്മൾ 0 അല്ല കിടക്കണം, നമുക്ക് ഈ ഒരു പ്ലെയിനിലാണ് വരക്കണമെങ്കിൽ ഇത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് Z എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ Z 50. ഇനി നമ്മൾ എന്ത് വരച്ചാലും ഈ ഒരു പ്ലെയിനിലായിരിക്കും വരുന്നത്. ഞാനിതിനെ ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ വർക്ക് വരച്ചു, നമ്മുടെ പ്ലേറ്റ് സെറ്റ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് കോപ്പിയുടെ വർക്ക് എല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കോപ്പിയാണല്ലോ ചെയ്യേണ്ടത്. സെക്കൻഡ് കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷീനിൽ വെച്ച് ജോബ് എങ്ങനെ പ്ലേറ്റ് തിരിക്കില്ലേ, ഇങ്ങനെ പ്ലേറ്റ് തിരിക്കില്ലേ, തിരിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പോഴെങ്കിലും ജോബ് നമ്മൾ തിരിക്കുന്ന സമയത്ത്, എപ്പോഴും നമ്മൾ ജോബ് തിരിക്കുന്നത് ഇങ്ങനെ ഒരു റൊട്ടേഷൻ മെത്തേഡിലാണ് ജോബ് തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സെക്കൻഡ് കോപ്പി ചെയ്യുന്ന സമയത്ത് ആ ജോബ് തിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ട്രാൻസ്ഫോം റൊട്ടേറ്റ്. ഓക്കെ, അപ്പൊ ഇതൊരിക്കലും മിറർ ചെയ്യാൻ പാടില്ല. മിറർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് വേറൊരു ഒബ്ജക്റ്റിലേക്ക് മാറും. അപ്പോൾ ഒരിക്കലും മിറർ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് ട്രാൻസ്ഫോം റൊട്ടേറ്റ്. അപ്പൊ ഈ റൊട്ടേഷൻ നമ്മൾ ഈ ഒരു സൈഡിലെ പ്രൊഫൈലെല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രൊഫൈലിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ജോബിനെ സെക്കൻഡ് കോപ്പിയിലേക്ക് ചെയ്ത് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ നമ്മൾ ആദ്യം സെലക്ഷൻ ചെയ്യും. ഫ്രണ്ട് വ്യൂയിലാണ് നമ്മുടെ ജോബ് കിടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ഫോം റൊട്ടേറ്റ് എടുത്തിട്ട് ഫുൾ, അതായത് റൊട്ടേറ്റ് എടുക്കുക, ഫുൾ സെലക്ഷൻ വേണം. അപ്പം എന്നാലും നമ്മുടെ ജോബിനോടുള്ള എല്ലാ ഒരു ഇതും. ഇനി ഇൻ കേസ് നമുക്കൊരു മോഡല് മാത്രം മതിയെങ്കിൽ ഹിസ്റ്ററി അപ്പൊ നമുക്ക് ഈ ഇങ്ങനെ ഒരു ജോബാണ്. ഓക്കെ, ഇത് ഫ്രണ്ട് വ്യൂയിലേക്ക് ഇടുക, എന്നിട്ട് ട്രാൻസ്ഫോം റൊട്ടേറ്റ് എന്നിട്ട് വേണ്ട നമുക്ക് ഒന്നെങ്കിൽ മോഡൽ സെലക്ഷൻ, മോഡൽ മാത്രം മതിയെങ്കിൽ മോഡൽ മാത്രം, അല്ലെങ്കിൽ എല്ലാം വേണമെങ്കിൽ കൺട്രോളെ പ്രസ് ചെയ്യുക, എൻഡ് സെലക്ഷൻ. അപ്പൊ ഇവിടെ ചോദിക്കും എത്ര, അപ്പൊ മൂവ് കൊടുത്തിട്ട് 180 ഡിഗ്രി 180 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് വീണ്ടും ടോപ്പ് വ്യൂയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സെക്കൻഡ് ടോപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ മെഷീനിലും പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഈ പ്ലേറ്റിന് ഓഫ്സെറ്റ് 50 ആകുമ്പോൾ പൊങ്ങിയായിരിക്കും നമ്മുടെ നിൽക്കുന്നത്. ഒറിജിനിലേക്ക് കൊണ്ടുപോകണം. അത് ഞാൻ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ഒറിജിനിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പ്രധാനമായിട്ടും പറഞ്ഞത് നമ്മൾ ജോബ് സെക്കൻഡ് ടോപ്പിലേക്ക് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അല്ല, നമ്മൾ ഫസ്റ്റ് ടോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകം പറയും നിങ്ങൾ റെഫറൻസ് അടിക്കണം, ഫ്രണ്ട് ലൈൻ മാർക്ക് ചെയ്യണം,
ലെഫ്റ്റ് റൈറ്റ് എഴുതണം. ഇത് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ് തിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലേറ്റ് തിരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്ലേറ്റ് നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നത്. അപ്പൊ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ മാസ്റ്റർ ക്യാമിൽ മോഡൽ എന്നെ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് സെയിം വരുന്നത്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ജോബ് എടുക്കുക. ഇതിലെ വ്യൂ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. എന്നാലും ഇതൊരു ബേസ് അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. നമ്മുടെ മോഡൽ ടോപ്പ് വ്യൂലാണ് എടുക്കണം. നേരെ ഫ്രണ്ട് വ്യൂയിലേക്ക് പോവുക. അവിടുന്ന് ട്രാൻസ്ഫോം, റൊട്ടേറ്റ്, എൻഡ് സെലക്ഷൻ ഫുള്ള്, എൻഡ് സെലക്ഷൻ 180 ഡിഗ്രി, അത് മൂവ് കൊടുക്കുക. ഡൺ. നമ്മുടെ ജോബ് രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇസഡ് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ പിന്നത്തെ നമുക്കൊരു വേറൊരു മെത്തേഡാണ് ഈ ട്രാൻസ്ഫോമിന്റെ തന്നെ ട്രാൻസ്ലേറ്റ് പ്ലെയിൻ. അതായത് ഒരു പ്ലെയിനിൽ നിന്ന് മറ്റൊരു പ്ലെയിനിലേക്ക് ജോബിനെ നമുക്ക് വ്യൂ ബേസ് ചെയ്തിട്ട് മൂവ്മെന്റ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ലേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതും മെയിനായിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മിഷൻ ചെയ്യുന്നതിന് വേണ്ടി ടോപ്പ് വ്യൂയിലേക്ക് 0 സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേറൊരു മെത്തേഡാണ് ട്രാൻസ്ലേറ്റ് ടു പ്ലെയിൻ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഈ ഫ്രണ്ട് വ്യൂ എനിക്കൊന്ന് മറക്കണമെന്ന് നമ്മൾ അന്ന് പറഞ്ഞ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? അതായത് എങ്ങനെ ഈ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഇവിടെ എനിക്കൊരു സ്കെച്ച് വരയ്ക്കണം. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് വ്യൂവിൽ എങ്ങനെ ഇട്ടിട്ട് ഇവിടെ സ്കെച്ച് വരയ്ക്കുക? എങ്ങനെ? സെഡ് സെലക്ഷൻ ചെയ്യുക, ഈ എൻഡ് പോയിന്റ് മുട്ടിക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ 2D ഇടുക, ഇസഡ് എടുക്കുക, ഈ ഫേസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ആരായിരുന്നു മറുപടി പറഞ്ഞ? ഹലോ, അത് കേക്കണ്ടടാ? ഉറങ്ങി ആണോ? കിട്ടണില്ലടാ? ബാക്കി അമലേഷൊക്കെ അവനൊന്നും കേൾക്കണില്ലേ? എല്ലാരും സ്പീക്കർ ഓഫ് ചെയ്തിട്ട് എവിടെ പോയിരിക്കുന്നത്? മ്യൂട്ട് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒരു വരയ്ക്കാനുള്ള ഒരു ഇത്. ഈ റെക്ടാങ്കിള് എപ്പോഴും എടുത്ത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നിങ്ങളെ വ്യൂ കാണിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വ്യൂവിലാണ് നമുക്ക് ഇനി മെഷീൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പ് വ്യൂട്ട് നമ്മൾ ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞ്. ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് ഓപ്പറേഷൻ ഈ വർക്ക് കഴിഞ്ഞ്, അതായത് ടോപ്പ് വ്യൂവിൽ ഇതിട്ട് ഇനി അടുത്തത് ഈ വർക്ക് കഴിഞ്ഞ് ഈ സെക്കൻഡ് അതിന്റെ ബോട്ടം വ്യൂവിൽ വർക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ഈ വർക്കാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് വ്യൂ അങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് വ്യൂ എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട ഒരു പ്ലെയിൻ. പക്ഷെ നമുക്ക് ഇവിടെ ടൂൾ പാത്ത് ചെയ്യാൻ പറ്റില്ല, കാര്യം ഇതൊരു ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂയിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റൊട്ടേഷനോ മിററോ അങ്ങനെ ഒരു പരിപാടിയും ചെയ്യണ്ട. ഓക്കെ, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു വ്യൂവിനെ നമുക്ക് ഏത് വ്യൂയിലേക്ക് വേണോ കൊണ്ടുപോകേണ്ടത്. അതായത് ഇത്രയല്ല, അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന വ്യൂ, ഫ്രണ്ട് വ്യൂ ആയിട്ടൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഇതാണ് നമുക്ക് മെത്തേഡ് ചെയ്യേണ്ട ഏരിയ. അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മുടെ ടോപ്പ് വ്യൂയിലാണ് നമ്മൾ ടൂൾ പാത്ത് ചെയ്യുന്ന ഒരു ഏരിയ. ആ ടൂൾ പാത്ത് ചെയ്യുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമിന്റെ ഒരു മെത്തേഡാണ് ട്രാൻസ്ലേറ്റ് പ്ലെയിൻ. അത് സെലക്ഷൻ ചെയ്യുക. അപ്പം എന്നിട്ട് നമ്മൾ ഓൾ ബോഡി സെലക്ഷൻ ചെയ്യുക, എൻഡ് സെലക്ഷൻ. എന്നിട്ട് ഇവിടെ ചോദിക്കും നമ്മുടെ സോഴ്സ് ഫ്രണ്ട് വ്യൂ. അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാര്യം സോഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ നിലവിൽ കിടക്കുന്ന വ്യൂ. ഇനി ഡെസ്റ്റിനേഷൻ പ്ലെയിൻ, ഈ പ്ലെയിനെ ഏത് സെലക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ XYZ ഉണ്ട്, അങ്ങനെ
ലൈൻസ് ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്, എൻറ്റിറ്റീസ് ഉണ്ട്. നമ്മൾ നെയിംഡ് പ്ലെയിൻ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് മാറ്റുന്നത്. അപ്പം നമുക്ക് വേണ്ട ടോപ്പ് വ്യൂയിലേക്ക് ഇത് കൊണ്ടുപോകണം. അതായത് ഫ്രണ്ട് വ്യൂ കിടക്കുന്ന ഒരു സാധനത്തിന് ടോപ്പ് വ്യൂയിലേക്ക് കൊണ്ടുപോകണം. ടോപ്പ് വ്യൂ ഞാൻ മൂവ്. എന്നിട്ട് നമ്മളിനി ഇത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഡണ്ണ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് കാണുന്ന വ്യൂ നമ്മളിപ്പോൾ ടോപ്പ് വ്യൂ ഇട്ട് നോക്കാം. ഫ്രണ്ട് ടോപ്പ് വ്യൂ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താണോ ഫ്രണ്ട് വ്യൂവിൽ കണ്ടത് ആ ഒരു ഏരിയ ആയിരിക്കും നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് മെഷീൻ ചെയ്യാനായിട്ട് പറ്റും. കേട്ടോ, സിമ്പിളായിട്ട് നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് മെഷീൻ മതി. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡ് ഇതാണ് നമുക്ക് ഇപ്പൊ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇവിടെയാണ് മെഷീൻ ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ വർക്കെല്ലാം കഴിഞ്ഞ് ഇനി ഈ ഒരു ഏരിയയാണ് മെഷീൻ ചെയ്യേണ്ടത്. ഓക്കെ, ടോപ്പ് വ്യൂ. ഇതായത് നമുക്ക് ഏത് വ്യൂ ഇട്ടാണ് കാണുന്നത് ശ്രദ്ധിക്കണം. ഫ്രണ്ട് വ്യൂയിലാണ്, ഇപ്പൊ റൈറ്റ് വ്യൂയിലിട്ട് ഇവിടെ നമുക്ക് ഇവിടെ അല്ല മെഷീൻ ചെയ്യേണ്ടത്. ഓക്കെ, ലെഫ്റ്റ് വ്യൂയിലിട്ട് ഇവിടെ അല്ല മെഷീൻ ചെയ്യേണ്ടത്. ഓക്കെ, ടോപ്പ് വ്യൂയിലിട്ട് ഇവിടെ അല്ല മെഷീൻ ചെയ്യേണ്ടത്. ഫ്രണ്ട് വ്യൂയിലിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് മെഷീൻ ചെയ്യുന്നത്. ഫ്രണ്ട് വ്യൂ, ഈ ഫ്രണ്ട് വ്യൂയിലുള്ള ഐലൈനാണ് ഇത് നമുക്ക് മെഷീൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ടോപ്പ് വ്യൂയിലേക്ക് കൊണ്ടുപോകും? അപ്പൊ നമുക്ക് വീണ്ടും എടുക്കുന്ന മെത്തേഡ് ട്രാൻസ്ലേറ്റ് പ്ലെയിൻ, സെലക്ഷൻ, എൻഡ് സെലക്ഷൻ. സോഴ്സ് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞത് ഫ്രണ്ട് ആണ്. അതിന്റെ ഡെസ്റ്റിനേഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങേറ്റം ടോപ്പ്. നമ്മൾ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഏത് വ്യൂ ആണോ ഫ്രണ്ട് വ്യൂയിൽ കണ്ടത് ആ വ്യൂ ആയിരിക്കും നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് കാണുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്ലേറ്റ് പ്ലെയിൻ. അപ്പം ഇത് നമ്മൾ ജോബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ട്രാൻസ്ലേറ്റ് പ്ലെയിനും ഇത് റൊട്ടേറ്റ്. റൊട്ടേറ്റ് നമ്മൾ സെക്കൻഡ് ഒക്കെ സെറ്റ് ചെയ്യാൻ 180 ഡിഗ്രി തിരിച്ചിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ തിരിക്കണമെന്നില്ല കേട്ടോ, ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 180 ഡിഗ്രി ആണ് എന്ന് റൊട്ടേഷൻ നമ്മൾ 180 ഡിഗ്രി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മിറർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, മിറർ മനസ്സിലായിരുന്നല്ലോ. മിറർ ഒരു ലെൻസിന് നമുക്ക് എന്തെങ്കിലും മിറർ ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോം മിറർ. പക്ഷെ മിററിന്റെ പ്രശ്നം എന്ന് വെച്ചാല് മിററിന്റെ ഒരു വിദ്യ കാണിച്ചത് എന്താണ് മിറർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം. ഇങ്ങനെ ഒരു സാധനത്തിലാണ് നമുക്ക് മിറർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് നമുക്ക് സെയിം ഇതേ ജോബിലാണ് ഇപ്പുറത്തേക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇതിന് മറിച്ച് ഇത് മിറർ ചെയ്യുമ്പോൾ രൂപം മാറ്റും. വൈ ആക്സിലേക്ക് നമ്മൾ മിറർ ചെയ്യണം. അപ്പം ഒരു ആക്സസ് വെച്ചാണ് ഞാനിപ്പോ എക്സ് പറഞ്ഞാൽ എക്സിലേക്ക് പോകും, വൈ പറഞ്ഞാൽ വൈയിലേക്ക് പോകും, എക്സ് വൈ പറഞ്ഞു കഴിഞ്ഞാൽ 4 കോർണറിലേക്ക് പോകും. ഈ വെക്ടർ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ലൈൻ വരച്ചു കൊടുത്താൽ വെക്ടറിലേക്ക് പോകും. എടുക്കുക, ഇന്റർസെക്ഷൻ ഇവിടെ നമ്മൾ വൈ ആക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പക്ഷെ ഇപ്പൊ മിറർ ചെയ്തപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാ, ഈ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഫുള്ളി സ്ട്രക്ചർ തന്നെ മാറിപ്പോയി. അതായത് ഇത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ജോബ് വരുന്നത്. അപ്പം എപ്പോഴും ജോബ് മിറർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, നമുക്ക് തന്നിരിക്കുന്ന മോഡലിനെ നമ്മൾ മിറർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു മോഡലായി മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് മിറർ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഒരു ജോബിന് ഒരു മോഡല് കസ്റ്റമർ തന്നിട്ടുണ്ടെങ്കിൽ ആ മോഡലിനെ നമ്മൾ മിറർ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അത് മെഷീൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരു മോഡലായിട്ട് മാറുകയാണ്. ചില സമയത്തൊക്കെ ഈ കോഡുകൾ നമുക്ക് ഈവൻ ആയിട്ട് തോന്നും. അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ജോബാണെന്ന് വിചാരിച്ചു.
ഇങ്ങനെ ഒരു ജോബ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ജോബാണ് നമുക്ക് മെഷീൻ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിൽ നമുക്ക് ടോപ്പ് വ്യൂ ഇതാണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ സെക്കൻഡ് ടോപ്പ് വ്യൂ നമുക്ക് വർക്കുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിക്കണം ഓക്കെ എന്നാൽ ഇവന്റെ മിറർ ചെയ്ത് ഇപ്പുറത്തേക്ക് മാറ്റാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇട്ടിട്ട് ഇവനെ മിറർ ചെയ്ത് ഇതിനെ മിറർ ചെയ്തിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതിന്റെ ഡയറക്ഷൻ എല്ലാം നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് മിറർ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിക്കാനേ പാടില്ല. മിറർ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റിന് മാത്രമേ നമുക്ക് മിറർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ത്രോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ഹോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇതിന്റെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ മിറർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ റൊട്ടേഷനും ട്രാൻസ്ലേറ്റ് പ്ലെയിനും ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ജോബിന് സെക്കൻഡ് ഓപ്പി അല്ല തേർഡ് ഓപ്പി അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഏതെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഇതിനകത്ത് തന്നെ വേറൊരു ഹൈഡ് ആൻഡ് അൺഹൈഡ്, അതായത് നമ്മുടെ ഇതിനകത്ത് തന്നെ വയർ ഫ്രെയിമിനകത്ത് തന്നെ നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് സാധനമാണ് ഹൈഡ് ആൻഡ് അൺഹൈഡ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേയേറെ ലൈൻസ് ഒക്കെ ഇങ്ങനെ കിടക്കണമെന്ന് വിചാരിച്ചു. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിനിടയിലൊക്കെ ഇങ്ങനെ ഒരു സാധനം വരയ്ക്കണം, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമുക്കിത് ഇപ്പം ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഐറ്റം മാത്രം നമുക്ക് ഡിസ്പ്ലേയിൽ കണ്ടാൽ മതി. ബാക്കി എല്ലാം നമുക്ക് ഒന്ന് മറഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഒരു സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹൈഡ് ആൻഡ് അൺഹൈഡ്. ഓക്കെ, ഈ ഹൈഡിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ സെലക്ഷൻ ചെയ്യുക. എൻഡ് സെലക്ഷൻ കൊടുത്താൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമേ അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടാവുള്ളൂ. മറ്റു ഒബ്ജക്റ്റുകളൊക്കെ ഹൈഡ് ആയിട്ടിരിക്കും, മറഞ്ഞിരിക്കും. ഇനി നമുക്ക് ഈ മറഞ്ഞിരിക്കുന്ന സാധനത്തിനെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ടാണ് അൺഹൈഡ്. ഓക്കെ, അൺഹൈഡ് വരുമ്പോഴത്തേക്കും അതെല്ലാം വീണ്ടും ഡിസ്പ്ലേയിലേക്ക് വരും. ഇനി നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കിനി ഇത് പെർമനന്റ് ആയിട്ട് ബ്ലാങ്ക് മറച്ചു വെക്കണം. അങ്ങനെയുള്ള ഒരു കേസിലാണ് ഈ ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വരുന്നത്. എന്റെ സെലക്ഷൻ കൊടുത്താൽ ഇത് ബ്ലാങ്ക് ആയി പോകും. പിന്നെ അൺബ്ലാങ്ക് ഞെക്കി കഴിഞ്ഞാൽ ഇത് വരില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും പോയി അൺബ്ലാങ്ക് എടുത്തിട്ട് ഇവിടെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് മാത്രം ഓപ്പൺ ആയിട്ട് കളിച്ചു വരും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അൺബ്ലാങ്ക്. ഇതിന്റെ ഒരു തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഹൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് സ്വിച്ച് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഹൈഡ് ചെയ്യുക, ഈ 2 ലൈൻസ്, ഈ 3 ലൈൻസ്, ഈ 4 ലൈൻസ് എൻഡ് സെലക്ഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ സെലക്ട് ചെയ്ത് എന്താണോ അത് മാത്രം ഡിസ്പ്ലേ ഉണ്ടാകും, മറ്റേ ഡിസ്പ്ലേന്ന് പോകും. തിരിച്ച് വീണ്ടും നമുക്ക് എല്ലാം ഒന്നുകൂടി കാണണമെങ്കിൽ അൺഹൈഡ് ചെയ്യൊക്കെയാണ്. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമുക്ക് എന്തൊക്കെ നമുക്ക് ആവശ്യമില്ല വേണ്ടാത്ത ഡിസ്പ്ലേന്ന് പോകണം നമ്മൾ സെലക്ഷൻ ചെയ്തിട്ട് നമുക്ക് കാണണമെന്ന് വിചാരിച്ചാൽ അൺബ്ലാങ്ക് എടുക്കുക. നമുക്ക് എന്താണോ കാണേണ്ടത്, നമുക്ക് സർക്കിൾ മാത്രം കണ്ടാൽ മതിയോ? ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് ആ സർക്കിൾ മാത്രമേ വരുള്ളൂ. എന്തൊക്കെ കാണണം നമ്മുടെ ചോയ്സ് അനുസരിച്ച് മറയ്ക്കാനും കാണാനും വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ബ്ലാങ്ക്, അൺബ്ലാങ്ക്. അതുപോലെ തന്നെ ഈ സാധനം നമ്മൾ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ആർക്കിന് നമുക്കൊരു പോയിന്റ് വന്നിട്ടുണ്ട്. അത് വരുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് പോകും. എവിടെയൊക്കെ ആർക്കുകളുണ്ടോ ആ ആർക്കിന് നടുക്കൊരു ഒരു പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട എല്ലാത്തിനും നടുക്കൊരു പോയിന്റ് വിസിബിൾ ആയി വന്നിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതില്ല, പക്ഷെ നമുക്കത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് അത് ഓഫ് ചെയ്യും. അതുപോലെ എൻഡ് പോയിന്റ്, എവിടെയൊക്കെ ഷാർപ്പ് ഏരിയകളിൽ പോയിന്റുകൾ വേണം എന്ന് നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിന്റ് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ എൻഡ് പോയിന്റ് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ആ ഡിസ്പ്ലേ കണ്ട ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് വരും. ജസ്റ്റ് പോയിന്റ് അങ്ങനെ ഫോം ആവുമെന്ന് മാത്രം. അപ്പൊ അത് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും. അത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഈ രണ്ടെണ്ണത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസും ഉപയോഗങ്ങളും അങ്ങനെ വരുന്നില്ല. ചില റെയർ കേസുകളിൽ പോയിന്റുകൾ എടുക്കാൻ പറ്റാത്ത ചില ഏരിയകളിൽ നമുക്ക് ഇതിനെടുക്കുന്നതിനാണ് ഈ പോയിന്റുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അനലൈസ് എൻറ്റിറ്റി, ഇത് നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളൊരു മോഡൽ സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്റർ ആണോ എന്നൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു റെക്ടാങ്കിള് നമ്മൾ ഒറിജിൻ ചെയ്ത് 100, 60 എന്നൊരു പാറ്റേണിലാണ് നമ്മൾ വരച്ചിരുന്നത്. 100, 60, 60 എന്ന് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് 100, ഇത് 60. ഓക്കെ, അതാണല്ലോ നമുക്ക് സംശയം. ഇത് 100, 60 തന്നെയാണോ, സെൻറ്ററിൽ നിന്ന് 50, 50 ആണോ, സെൻറ്ററിൽ നിന്ന് 30, 30 ആണോ എന്ന് നമുക്ക് ഡൗട്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡ്രാഫ്റ്റിംഗ് എടുത്ത് ഈ എൻഡ് പോയിന്റുകൾ സൈഡിൽ നിന്നൊക്കെ വരച്ച് നോക്കണമെന്നൊക്കെ ഒരു നേക്കാൾ എളുപ്പത്തിൽ വരച്ചിരുന്ന അനലൈസ് എൻറ്റിറ്റി എടുക്കുക. ജസ്റ്റ് ഈ ലൈനെ ക്ലിക്ക് ചെയ്യുക. കേട്ടാ, അതിന്റെ വാല്യൂ നോക്കി, നമ്മുടെ 60 അല്ലേ, y30. കേട്ടാ, ഇതിന്റെ കോർണർ വന്നിരിക്കുന്നത് x-50. ഇനി ഈ ലൈനാണ് നോക്കി, ഈ ലൈനാണ് വെച്ചിരിക്കണമെങ്കിൽ അതിന്റെ എക്സ് വാല്യൂ ഉണ്ടാ -50. ഓക്കെ, ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് -50, അങ്ങോട്ട് +30. അപ്പം ഇപ്പൊ നോക്കുമ്പോൾ +50, ഇവിടെ വെക്കുമ്പോൾ -50. ഉണ്ടാ, മേളിൽ വെക്കുമ്പോൾ y30, താഴെ വെക്കുമ്പോൾ y-30. അപ്പൊ സെന്ററിൽ നിന്ന് എല്ലാ പൊസിഷൻ സൈഡ് വശങ്ങളിലേക്കും സെന്ററിൽ നിന്ന് ഈക്വൽ ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അനലൈസ് എൻറ്റിറ്റി. ഓക്കെ, പിന്നെ അനലൈസ് ഡിസ്റ്റൻസ്. ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അനലൈസ് ഡിസ്റ്റൻസ്, നമ്മൾ ഇവിടുന്ന് ഈ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് ഈ ഒരു എൻഡ് പോയിന്റുകൾ ഡിസ്റ്റൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ്. ഇവിടെ ഇപ്പം നമ്മുടെ 100 ഇവിടെ 3Dയിൽ 2Dയിൽ 100 തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മെത്തഡാണ് അനലൈസ് ഡിസ്റ്റൻസ്. അപ്പൊ ഇതിൽ തന്നെ ഒരു വേറെ ഓപ്ഷൻ കൂടി ഉണ്ട്, ഡിസ്റ്റൻസ് അലോങ് കർവ്. അപ്പൊ നമ്മൾ അത് മെയിനായിട്ട് നമ്മൾ സോളിഡ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊരു മോഡൽ, ഒബ്ജക്റ്റ് മോഡല് ഇങ്ങനൊരു ഇത് വരും. നമുക്ക് ഈ ഇവിടെ ലൈൻ ഇല്ല. അപ്പൊ ഈ ലൈൻ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് അറിയണം, താഴത്തേക്ക് എത്ര ഉണ്ട്. അങ്ങനെയുള്ള ഒരു
സന്ദർഭത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അനലൈസ് ഡിസ്റ്റൻസ്. അനലൈസ് ഡിസ്റ്റൻസ് എലോങ് കർവ്. ഒരു കർവിനെ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിവിടെ 3D ഇടുക, ജസ്റ്റ് അനലൈസ് ഡിസ്റ്റൻസ് എലോങ് കർവ് എടുക്കുക. ജസ്റ്റ് നമ്മൾ ഒരു കർവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവിന്റെ ലെങ്ത് വരും കേട്ടോ, 30 mm. ഓക്കെ, ഇവിടെ ഈ കർവ് ക്ലിക്ക് ചെയ്താൽ 30.544 വിഡ്ത്ത്. ഇവിടെ കർവ് ക്ലിക്ക് ചെയ്താൽ ഈ കർവിന്റെ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള എൻഡ് പോയിന്റ് വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിപ്പോ ചിലപ്പോൾ നമുക്ക് ടേപ്പറൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഏരിയ വന്നു. നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം. നമുക്ക് 2D നമുക്ക് ചെക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഭയങ്കര ഉപയോഗപ്രദം ആണോ ഒരു ടൂളാണ് അനലൈസ് ഡിസ്റ്റൻസ് എലോങ് കർവ്. ഈ കർവിന്റെ ലെങ്ത് അറിയുന്നതിന് 25 ഈ എൻഡിന്ന് ഈ എൻഡിലേക്ക് 25.98 എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ താഴത്തെ ലൈൻ എത്രയുണ്ട്, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അനലൈസ് ഡിസ്റ്റൻസ് എലോങ് കർവ്. അനലൈസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം. അത് ക്ലിക്ക് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക, താഴെ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ അവിടെ നിന്നുള്ള എത്ര ഡിസ്റ്റൻസ് 15. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി ചെക്ക് ചെയ്ത് ഈ എന്റെ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്. ഇതിന്റെ നോർമൽ 2D എന്ന് പറയുന്നത് 15 ആയിരിക്കും. പക്ഷെ 25.98 നമ്മൾ മറ്റേ ഇതിൽ കണ്ടത്. അത് നോക്കണം, 25.98 അല്ല 25.98. അപ്പൊ ഇതിനകത്ത് നമുക്ക് 3D ഒരു വ്യൂ മാത്രമാണ് കാണണമെങ്കിൽ മറ്റതിനകത്ത് നമുക്ക് 2 ടൈപ്പിലുള്ള വ്യൂസ് കിട്ടും. ഇവിടുന്ന് ഇവിടെ ഉള്ള വാല്യൂ എത്രയാണ് 3D ആയിട്ട് 25.98 2D ആയിട്ട് 20.2115 XY പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ 15 അപ്പൊ നമുക്ക് 2D 3D അറ്റേ സമയത്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അനലൈസ് ഡിസ്റ്റൻസ്. മറ്റേ അനലൈസ് ഡിസ്റ്റൻസ് എലോങ് കർവ്. നമ്മൾ ജസ്റ്റ് ടൂൾപാത്തൊക്കെ ചെയ്യുന്ന സമയത്ത് മേളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിൻ്റെ അടുത്തൊരു ഓപ്ഷനാണ് ഡൈനാമിക്. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ഫേസിന്റെ ഫേസ് ഒക്കെ 0 തന്നെയാണ്. അല്ലെങ്കിൽ ഒരു മോഡൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡീപ്പ് എത്രയാണ്, ഇപ്പൊ നമുക്ക് ടൂൾപാത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡീപ്പ് കൊടുക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനെ സമയത്ത് നമ്മൾ ഡൈനാമിക് എടുത്തിട്ട് ആ ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കൃത്യമായിട്ട് വരും. 20 ആ ഫേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈ ആംഗിള് എത്രയാണ്, നമ്മൾ ഈ ഫേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് മൂവ്മെന്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടും. ഇവിടെ ഈ പോയിന്റ് എന്നുള്ളത് Z-5 താഴത്തേക്ക് വരുമ്പോൾ -11 ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുമ കർസർ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മതി, -20. അപ്പൊ ഇത് എന്താ മെയിനായിട്ട് ഉപയോഗിക്കുക വെച്ചാൽ നമ്മൾ ടൂൾപാത്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് പറയുകയാണ് ഇതിന്റെ ഇത്ര മിഡ് പോയിന്റ് വരെ നമുക്ക് മതി, ടൂൾപാത്ത് ഓടിച്ചാൽ മതി, താഴേക്ക് നിങ്ങൾ ടൂൾപാത്ത് ഓടിക്കണ്ട. ഓക്കെ, ശരി. ഈ മിഡ് പോയിന്റ് വരെയുള്ള വാല്യൂ എത്ര, ഡിസ്റ്റൻസ് വാല്യൂ എത്ര, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോകാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെപ്ത് മിഡ് പോയിന്റ് കൊടുക്കാൻ സാധിക്കും. എന്നാൽ പോലും അപ്രോക്സിമേറ്റ് നമുക്ക് പോയിന്റ് എത്രയാണ് എന്നറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. ക്ലിക്ക് ചെയ്യാൻ നമുക്ക് അപ്രോക്സിമേറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് വാല്യൂ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെയുള്ളൊരു ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡൈനാമിക്. അതുപോലെ ഈ ആംഗിൾ, ഒരു ആംഗിള്, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ആംഗിള് അറിയണം. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ ക്യാവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റ തുടങ്ങി നോക്കുമ്പോൾ നമുക്ക് വിസിബിളി അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തോന്നാം. പക്ഷെ അത് പുള്ളി ചെയ്ത് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 0.3 ഒക്കെ ടേപ്പർ വരെ കൊടുക്കാൻ സാധ്യതയുണ്ട് ചില സമയത്ത് ഡിസൈനർമാര്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആംഗിള് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മെത്തേഡ്. നമ്മൾ ഈ ലൈനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 3D ഇട്ട് കഴിഞ്ഞാൽ 90 ഡിഗ്രി, ഈ ഫേസ് 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യണം ഈ ഫേസും ആണെങ്കിൽ
അതിന്റെ ഡിഗ്രി 234.736 ആണ് അതിന്റെ ഡിഗ്രി. അതിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിഗ്രി ആയിരിക്കും 90-70. അപ്പൊ അങ്ങനെയുള്ള ഇതും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഒരു റേഷ്യോ ആംഗിൾ ഇവിടെ കാണിക്കുന്നു. അത് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ മോഡലിൽ ഡ്രാഫ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഡ്രാഫ്റ്റ് ആംഗിളും സെയിം അതേപോലെ തന്നെ ഒരു മെത്തേഡാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന കുറെ ടൂൾസുകൾ നമ്മൾ ഇതുണ്ട്. അപ്പൊ നാളെ നമുക്ക് ഇത്രയും ഈ ഡ്രാഫ്റ്റിങ് അതുപോലെ തന്നെ നമ്മളൊരു മോഡൽ ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മിററിങ് ചെയ്ത് ഒരു വർക്കിനെ സെറ്റ് ചെയ്ത് ഒരു ടൂൾ ജസ്റ്റ് ഇങ്ങനെ ജോബ് സെറ്റ് ചെയ്യാം എന്ന് ഒരു പല വ്യൂസിലായിട്ട് ഫസ്റ്റ് OP, സെക്കൻഡ് OP, തേർഡ് OP അങ്ങനെ ജോബ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നാളെ കാണിക്കാം. അപ്പൊ നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സോളിഡിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പൊ എന്ന് വെച്ചാൽ ഇനിയുള്ള മോഡൽസ് വരക്കുന്ന സമയത്ത് നമ്മൾ സോളിഡ് വരയ്ക്കാനായിട്ടുള്ള ഒരു ഇതുകൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഇച്ചിരി വർക്ക് നമ്മൾ ഇനി ക്രിയേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും 2D സ്കെച്ച് മാത്രം പോരല്ല, 3D സ്കെച്ചും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് മെല്ലെ മെല്ലെ കൊണ്ടുപോകാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ബാക്കി നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം കൂടെ നോക്കട്ടെ. ഒരു റെക്കോർഡിങ് നമ്മൾ ചെയ്യായിരുന്നു. നല്ല ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ നാളെ നോക്കിയിട്ട് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഹലോ, ഓക്കെ. ഇനി പറഞ്ഞ കാര്യം നാളെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇത്തിരി അത് എഫക്റ്റീവ് ആവുള്ളൂ. ബിസിനൊക്കെ ചെയ്ത് നോക്കണോടാ. ഹലോ, ചെയ്ത് നോക്കണോടാ. സൗണ്ട് ക്ലിയർ അല്ല കേട്ടാ. ഓക്കെ, ശരി, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.